വ്യത്യസ്തമായൊരു പിറന്നാൾ സമ്മാനമാണ് കബീറിന് കിട്ടിയത്. നിർദ്ദേശം കേട്ട് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട്. അതിന്റെ പേര് റോബോ ബഡ്ഡി എന്നായിരുന്നു. അത് സംസാരിക്കും, ഗെയിം കളിക്കും, തിന്നാൻ സ്നാക്സ് പോലും കൊണ്ടുതരും. പക്ഷേ റോബോ ബഡ്ഡി മഹാകുസൃതിയായിരുന്നു. കബീർ, വാ നമുക്ക് കളിക്കാം. കുറച്ച് കാത്തിരിക്ക്, ഞാൻ ഹോംവർക്ക് ചെയ്യുകയാണ്. എനിക്ക് ബോറടിക്കുന്നു. ഞാൻ നിന്റെ ഹോംവർക്ക് തീർക്കാം. ബീപ് എന്ന ശബ്ദത്തോടെ റോബോ കണക്കുകളെല്ലാം ഒറ്റയടിക്ക് തീർത്തു. പക്ഷേ അടുത്ത ദിവസം ടീച്ചർ അത് കണ്ടുപിടിച്ചു. നീ ഇപ്പൊ പഠിക്കുന്നില്ല, നിനക്കിപ്പോ ഒന്നും അറിയില്ല. ഞാൻ നിന്നെ സഹായിക്കാമെന്ന് കരുതിയാണ് നിനക്ക് വേണ്ടി എല്ലാം ചെയ്തത്. പക്ഷെ എന്നെ സഹായിക്കുന്നതെല്ലാം എനിക്ക് ചെയ്തു തരുന്നതല്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കാനും എനിക്ക് ചെയ്യേണ്ടത് ഒരുമിച്ച് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. അന്നു മുതൽ അവർ ചേർന്ന് പ്രവർത്തിച്ചു. റോബോ ബഡ്ഡി ഇടവേളകൾക്ക് സമയം നോക്കി കാത്തിരുന്നു. കബീർ ശ്രദ്ധയോടെ പഠിച്ചു. പരീക്ഷാഫലം വന്നപ്പോൾ കബീർ ഉന്നത മാർക്ക് നേടി. റോബോ ബഡ്ഡി സന്തോഷത്തോടെ തുള്ളിച്ചാടി. കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുക മാത്രമല്ല, ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യാൻ അറിയുന്നതാണ് യഥാർത്ഥ ശക്തി.